പ്രവാസ ലോകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസികളുടെ പേരിൽ കൊട്ടിഘോഷിക്കപ്പെടുന്ന മറ്റൊരു ആഘോഷം കൂടി കടന്നുപോയി. പ്രവാസി ഭാരതീയ ദിവസം എന്ന പേരിൽ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒക്കെ പങ്കെടുത്ത ഒരു ആഘോഷ മാമാങ്കം. എന്നെങ്കിലും യഥാർത്ഥ പ്രവാസിയുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കും എന്ന പ്രതീക്ഷയോടെ പ്രവാസികളോടൊപ്പം തന്നെ പ്രവാസ ലോകവും ഉറ്റുനോക്കിയിരിക്കുകയാണ്. പ്രവാസ ലോകത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മസ്കറ്റിലെ ഇന്ത്യൻ സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഗോവിന്ദ് രക്താർബുദം ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരത്ത് RCCയിലാണ്. ഗോവിന്ദിന്റെ അച്ഛൻ അനിൽകുമാർ തന്റെ കയ്യിലുള്ളതെല്ലാം ചികിത്സയ്ക്കായി ചിലവാക്കി കഴിഞ്ഞു. ഉദാരമതികളുടെ സംഭാവന കൊണ്ട് മാത്രമേ ഗോവിന്ദിനെ ഇനി നമുക്ക് തിരിച്ചുപിടിക്കുവാനാവുകയുള്ളൂ. സഹായിക്കാൻ താൽപ്പര്യമുള്ളവർ ഈ അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ എത്തിക്കുക. അനിൽകുമാർ അക്കൗണ്ട് നമ്പർ 3363020100100622. യൂണിയൻ ബാങ്ക് ട്രിവാൻഡ്രം മെയിൻ ബ്രാഞ്ചിലാണ് ഈ അക്കൗണ്ട്. കഴിഞ്ഞ സെപ്റ്റംബർ 10 ജിദ്ദയിൽ നിന്ന് ജോലി ആവശ്യാർത്ഥം അൽബഹയിലേക്ക് പോകുന്ന വഴിക്ക് വാഹനാപകടത്തിൽ ഗുരുതരമായി അപകടം പറ്റിയ മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശി KP മഹേഷിന് ജിദ്ദ നവോദയ ഭവാദി ഏരിയ കമ്മിറ്റി സ്വരൂപിച്ച സാമ്പത്തിക സഹായം കൈമാറി. വാഹനാപകടത്തിൽ ആന്തരിക അവയവങ്ങൾക്ക് മാരകമായ പരിക്ക് പറ്റിയ മഹേഷിനെ സ്ട്രെച്ചറിലാണ് നാട്ടിലേക്ക് കൊണ്ടുപോയത്. തുടർ ചികിത്സ നടത്താനായി ജിദ്ദ നവോദയ ഭവാദി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവോദയ പ്രവർത്തകരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പിരിച്ചെടുത്ത തുക കോഴിക്കോട് മിംസ് ആശുപത്രിയിലെത്തി കൈമാറി. ഭവാദി ഏരിയ സനായിയ യൂണിറ്റ് അംഗമാണ് മഹേഷ്. മഹേഷിന്റെ കൂടെ വാഹനാപകടത്തിൽപ്പെട്ട് കിഴക്കേ പാണ്ടിക്കാട് സ്വദേശി ഫൈസലിനുള്ള സഹായവും അടുത്ത ദിവസങ്ങളിൽ കൈമാറുമെന്ന് ഭവാദി ഏരിയ രക്ഷാധികാരി സുരേഷ് പയ്യന്നൂർ പറഞ്ഞു. CPM പരപ്പനങ്ങാടി ലോക്കൽ സെക്രട്ടറി സുരേഷ് ബാബു, കേരള പ്രവാസി അംഗം തിരൂരങ്ങാടി ഏരിയ പ്രസിഡന്റ് കുഞ്ഞുമോൻ എന്നിവർ ചേർന്നാണ് മഹേഷിന് ഫണ്ട് കൈമാറിയത്. നവോദയ ഭവാദി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ റഫീഖ് മമ്പാട്, സലാം പയ്യന്നൂർ, വിനോദ് പയ്യന്നൂർ എന്നിവർ ഫണ്ട് നൽകാൻ മിംസ് ആശുപത്രിയിൽ എത്തിയിരുന്നു. 9 വർഷങ്ങൾക്ക് മുമ്പ് സൗദിയിലെ ജിദ്ദയിലേക്ക് കമ്പനി പണിക്കായി പോയ മലപ്പുറം കൂട്ടായി സ്വദേശി ഹനീഫ. കഴിഞ്ഞ 7 വർഷമായി ഹനീഫയെക്കുറിച്ച് യാതൊരു വിവരവും തന്നെ ഹനീഫയുടെ കുടുംബത്തിന് ലഭിക്കുന്നില്ല. ഇന്ന് ഹനീഫയുടെ ഭാര്യ ഫാത്തിമയുടെയും 2 കുഞ്ഞുങ്ങളുടെയും ഹനീഫയുടെ ഉമ്മയുടെയും ജീവിതം വളരെ ദുരിതപൂർണമാണ്. ഹനീഫയുടെ തിരിച്ചുവരവ് മാത്രമേ ഈ കുടുംബത്തിന് ഏക ആശ്രയമായുള്ളൂ. എന്നാൽ ഹനീഫയ്ക്ക് എന്ത് സംഭവിച്ചുവെന്നും ഹനീഫയെ തിരിച്ചു കൊണ്ടുവരുവാനും വേണ്ടി മാത്രമാണ് ഈ കുടുംബം ഇന്ന് പ്രവാസ ലോകത്തെ തേടിയെത്തിയിരിക്കുന്നത്. നമുക്ക് ചോദിച്ചറിയാം ഹനീഫയെക്കുറിച്ച്. ഹനീഫ പൊന്നാനി കൂട്ടായില്ലല്ലേ അല്ലേ? എന്ത് പണിക്ക് എടുത്തിരുന്ന ആളാ നാട്ടിലെല്ലാ പണിയും കടൽ പണിക്കൊക്കെ പോയിരുന്ന ആളാണ്. അതെ, അവിടെ എന്താ പണി? അവിടെ ഒരു കമ്പനി പണിയാണെന്നാ പറഞ്ഞു. ഇന്നെ കെട്ടിക്കൊടുന്ന കാലത്ത് അതിന് മുമ്പും കമ്പനി പണി തന്നെയാണെന്ന് പറഞ്ഞു. പിന്നെ എന്താന്ന് എനിക്കറിയില്ല. ഇപ്പോഴും ലാസ്റ്റ് പോക്ക് പോയിട്ട് വരുന്ന ജൂലൈ 14 9 കൊല്ലം കഴിഞ്ഞ്. 9 കൊല്ലമായി കഴിഞ്ഞ് കഴിയും. അതിനുശേഷം പിന്നെ വന്നിട്ടില്ല. അതിൽ 2 കൊല്ലം വിവരമുണ്ടായിരുന്നു. 2 കൊല്ലം വിവരമൊക്കെ ഉണ്ടായിരുന്നു. 7 വർഷമായിട്ട് ഇപ്പൊ തീരെ ഇല്ല. ഒരു വിളിയില്ല, ഒന്നുമില്ല. എവിടെയാണെന്ന് അറിയില്ല. അറിയാൻ ഇങ്ങനെ കണ്ടവരൊക്കെ ഉണ്ട്. എവിടെയാണ് വിളി ഉണ്ടെന്ന് പറയുന്നത്? ജിദ്ദ സർക്കാരില് സൗദിയിൽ. ജിദ്ദയിൽ തന്നെയാണോ അതോ അതിന്റെ അപ്പുറത്ത് എവിടെയെങ്കിലും ആണോ? അങ്ങനെ എന്താ നമുക്കറിയില്ല. അങ്ങനെ എവിടെ കണ്ടു എന്നാ പറഞ്ഞു? നിങ്ങളാണ് കുറെ നാട്ടുകാരുള്ളതല്ലേ അവിടെയൊക്കെ സൗദി അറേബ്യ? അവിടെ കാണും. ഇപ്പൊ ഞമ്മക്ക് ഒരാളൊരു നമ്പർ തന്നേക്കണേ, അയാളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ കൈയോടെ കാണിച്ചു തരാന്ന് പറയണ. അവര് പറഞ്ഞാണ് നമ്മളോട് പ്രവാസ ലോകത്തിൽ വന്നിട്ട് ബന്ധപ്പെടാൻ. ഹനീഫ ജിദ്ദയിലുണ്ട്. ആളെങ്ങനത്തെ ഒരാളാ? കുടുംബമൊക്കെ നല്ല നോക്കിയ ആളാണ്. അതിപ്പോ ഇങ്ങനെ ആയ കാരണം ഞങ്ങളുടെ കുടുംബമൊക്കെ ഭയങ്കര പരാജയത്തിലായി. ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ആവാൻ വല്ല കാരണമുണ്ടോ? അതൊന്നും ഇപ്പൊ ഞങ്ങൾ അറിയില്ല. വല്ല ദുസ്വഭാവങ്ങളും കയറി വന്നോ അതോ? ഇവിടെ നിന്നൊന്നും ഇല്ല, നമ്മുടെ നാട്ടിൽ. അല്ല, അവിടെ നാട്ടുകാരെങ്കിലും പറഞ്ഞോ നിങ്ങൾ? പറഞ്ഞു കേട്ടിട്ടില്ല. വല്ല പാസ്പോർട്ട് വെച്ച് ചാടി അവിടെ ഒന്ന് പോയതാണോ? കമ്പനിയിൽ ഇപ്പോഴും പണിയെടുക്കുന്നുണ്ട് പറഞ്ഞു. അതേ കമ്പനിയിൽ തന്നെയാണോ ഇപ്പോഴും പണിയെടുക്കുന്നുണ്ട് പറഞ്ഞു. അപ്പൊ ഈ കാശൊക്കെ എന്ത് ചെയ്ത്? 7 കൊല്ലം. നിങ്ങൾ പറയണ നല്ല സ്വഭാവവും കുടുംബത്തൊക്കെ നോക്കണ ആളാണ്. 7 കൊല്ലം അത് ഞാൻ വന്ന അവസ്ഥയിൽ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് 7 കൊല്ലമായിട്ട് ഇങ്ങനെ ചെയ്യണ ഒരാള് കുടുംബത്തെ നോക്കാതിരിക്കുക, മക്കളെ തിരിഞ്ഞു നോക്കാതിരിക്കുക, പൈസ അയക്കാതിരിക്കുക, ഫോൺ വിളിക്കാതിരിക്കുക, അപ്പൊ അയാൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകൊണ്ടൊക്കെ ചിലർ കുറച്ചു കാലം വിളിക്കാതിരിക്കും. എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കണമല്ലോ, അതല്ലേ ഒരു മനുഷ്യൻ്റെ ചുമതല.
ആ ചുമതലൊന്നും ഹനീഫ നിറവേറ്റണില്ല ഉണ്ടാ ഇല്ല. അപ്പോൾ ഹനീഫ ഒരു ക്യാമനായുള്ള ഒരാളാണ്, നല്ല ആളാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഹനീഫക്ക് എന്തോ കുഴപ്പമുണ്ട്. ഹനീഫ കുടുംബം നോക്കാതിരിക്കാൻ പറ്റാത്ത രീതിയിൽ എന്തോ പ്രശ്നത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ട്. നമ്മളോട് അവിടെ ഉള്ളവരായിട്ടാണ് ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ലേ നമ്മൾ. ഞാൻ ചോദിക്കണതാണ്, ഒന്നുകിൽ ജോലി ഇല്ലാതിരിക്കണം. ഹനീഫക്ക് ജോലിയുണ്ട്, പോയ കമ്പനിയിൽ തന്നെ 7 വർഷമായിട്ട് ജോലി ചെയ്യുന്നു, ശമ്പളം കിട്ടുന്നുണ്ട്. പിന്നെ ഹനീഫ എന്താ പിന്നെ വീട്ടിലേക്ക് വിളിച്ചാൽ എന്താ മക്കളോട് സംസാരിച്ചാൽ? അപ്പോൾ ഹനീഫക്ക് എന്തോ കുഴപ്പമുണ്ട്. അവിടെയാണ് നമ്മൾ എത്തി നിൽക്കേണ്ടത്. ഹനീഫ വീട്ടിലേക്ക് വിളിക്കാതിരിക്കാൻ എന്തോ പ്രത്യേക കാരണം. കുട്ടീനെ കണ്ടിട്ട് ഓർമ്മയില്ല. 2.5 വയസ്സുള്ളപ്പോ പോയിട്ടില്ല. ഇതിന് തീരെ കണ്ടിട്ടില്ല. മോളെ കണ്ടിട്ടില്ല. അതാണ് പറഞ്ഞത്. അങ്ങനത്തെ ഒരാളെ പറ്റിയിട്ട് നമുക്ക് ഇപ്പോൾ അയാൾ ഇവിടെയുള്ള കാലത്ത് നല്ല സ്വഭാവമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ട്. അവസാന കാലങ്ങളിൽ വിളിക്കുന്ന സമയത്തൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മാറ്റം ഉണ്ടായിരുന്നോ? പണ്ടൊന്നും വ്യത്യാസമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. 7 കൊല്ലമായില്ലേ അതിലിപ്പോൾ എന്തോന്ന് 7 കൊല്ലമായിട്ട് യാതൊരു പോയ 2 വർഷം വിളിച്ചിട്ടുണ്ടാവും, അത്രയാണ്. ഇവരെന്ത് ചെയ്യുന്നു? ഇവർ എത്രല്ല പഠിക്കുന്നത്? 6-ല്, 3-ല്. പ്രവാസലോകം പ്രേക്ഷകരോടും പ്രവർത്തകരോടുമാണ്. ഹനീഫ ജിദ്ദയിലുണ്ട്, ഇവിടെ നിന്ന് പോയ അതേ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഹനീഫ നാട്ടിലുള്ള കാലത്ത് കുടുംബത്തെ പോറ്റുന്നവനും കുടുംബത്തെ സംരക്ഷിക്കുന്നവനും മറ്റുള്ളവരെ സഹായിക്കുന്നവനും ഒക്കെയാണ് എന്ന് പറയുന്നു. കഴിഞ്ഞ 7 വർഷത്തെ മൗനം ഹനീഫയുടെ കുടുംബത്തിൻ്റെ ജീവിതത്തെ താറുമാറാക്കിയിരിക്കുന്നു. ആ കുടുംബം പരമദാരിദ്ര്യത്തിലേക്ക് വീണുപോയിരിക്കുന്നു. ഇപ്പോഴും ആ കുടുംബം പറയുന്നത് ഹനീഫ നല്ല മനുഷ്യനാണെന്നാണ്. ഹനീഫക്ക് അതേ കമ്പനിയിൽ ജോലിയുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നു, നാട്ടുകാർ പറഞ്ഞിട്ട്. 7 കൊല്ലം ജോലി ചെയ്ത് വീട്ടിലേക്ക് മകളെപ്പോലും കാണാതെ, തനിക്കുണ്ടായ മകളെപ്പോലും കാണാത്ത ആൾക്ക് എങ്ങനെയാണ് സ്വന്തം ഭാര്യ എത്ര വലിയ സർട്ടിഫിക്കറ്റ് നൽകിയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മളെ നാട്ടിൻ്റെ നന്മയാണ് അതിൻ്റെ പ്രശ്നം. നമ്മളെ നാട്ടിലുള്ള മനുഷ്യരുടെ നന്മ ഏത് കാലത്തും ഇത്തരത്തിൽ വലിയ കുറ്റം ചെയ്ത ആളുകൾ കുടുംബത്തോട് ചെയ്ത ഏറ്റവും വലിയ അനീതിയാണ് ഹനീഫ ചെയ്തത്. ഹനീഫയുടെ ഭാഗം ഞാൻ കേട്ടിട്ടില്ല. ഇവർ പറഞ്ഞത് പ്രകാരം ഹനീഫക്ക് ജോലിയുണ്ട്, ഹനീഫക്ക് പിന്നെ നാട്ടിലേക്ക് കത്തയക്കാനോ അല്ലെങ്കിൽ വിളിക്കാനോ അസൗകര്യങ്ങളില്ല. ഹനീഫാനെ ജിദ്ദയിൽ കണ്ടവരുണ്ട് എന്ന് പറയുന്നു. പക്ഷേ കുടുംബക്കാർക്ക് യാതൊരു ഉപയോഗമില്ല ഹനീഫാനെ കൊണ്ട്. എന്തിനാണ് ഹനീഫ അങ്ങനെ ജീവിച്ചിട്ട്? ആർക്ക് വേണ്ടിയാണ് ഹനീഫ ജീവിക്കുന്നത്? ഹനീഫക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഹനീഫക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മരുഭൂമിയിൽ ആട്ടുംതുപ്പ് കൊണ്ട് കഴിയുന്നത്. 7 വർഷമായിട്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ മനുഷ്യരെങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കിയിട്ടില്ല. നിങ്ങളെ മാതാവ് വന്നിരിക്കുന്നു, നിങ്ങളെ ഭാര്യ വന്നിരിക്കുന്നു, 2 മക്കൾ വന്നിരിക്കുന്നു. ഇവരൊക്കെ എങ്ങനെയാണ്? സ്കൂളിൽ പോണ കുട്ടികളാണ്. ഒരു കുട്ടി സ്കൂളിൽ പോകണമെങ്കിൽ എന്ത് ചിലവുണ്ടെന്ന് അറിയുമോ നിങ്ങൾക്ക്? ഇപ്പോൾ നാട്ടിൽ സാധാരണ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക്. അപ്പോൾ കാലം മാറി, നിങ്ങൾ പോയ കാലഘട്ടമല്ല ഇപ്പോൾ കേരളം. ചിലവ് കൂടി, ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും വിലവർധനവുണ്ടായി, മനുഷ്യ ജീവിതം മാറി, അയൽവക്കക്കാരുടെ ജീവിതം മാറി. നിങ്ങൾക്ക് മാത്രമായിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റുമോ? ഹനീഫയെപ്പോലുള്ള ഒരാൾ വലിയ തെറ്റാണ് കുടുംബത്തോട് ചെയ്തത്. അത് സ്വയം ചിന്തിച്ച് മാപ്പിരന്ന് കുടുംബത്തിനോട് വിളിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹനീഫയെ കണ്ടെത്തുന്ന ആളുകൾ അദ്ദേഹത്തെ ഉപദേശിക്കണം. എന്തുകൊണ്ടാണ് ഹനീഫ ചെയ്ത ഇത്തരത്തിലുള്ള പ്രവൃത്തി തികച്ചും ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ തെറ്റാണ്. അതുകൊണ്ട് ഹനീഫ കുടുംബത്തിലേക്ക് വിളിക്കാൻ വേണ്ടി നിങ്ങൾ നിർബന്ധിക്കണം. അദ്ദേഹത്തെ കുടുംബത്തിൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. സ്നേഹിതന്മാർ ഹനീഫയെ കഴിയുന്നതും വേഗം നാട്ടിലെത്തിക്കണം. ഒരു പ്രാവശ്യം നാട്ടിൽ വന്നു പോകുമ്പോൾ കുറേ വ്യത്യാസം ഉണ്ടാവും. തീർച്ചയായിട്ടും പ്രവാസലോകം പ്രവർത്തകരും ഇതിനു വേണ്ടിയിട്ട് തുനിയണം.
പല രീതിയിലും കണ്ടെത്താൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അനീഫയെ പോലുള്ള ഒരാൾ പലർക്കും അറിയാവുന്ന ആളാണ്. ഇത് പിന്നെ ഇവരെ വിളിച്ച് അനീഫയെ കണ്ടു എന്ന് പറയുന്ന ആളുമുണ്ട്. അപ്പോൾ അവരൊക്കെ സഹായങ്ങൾ നിങ്ങൾ തേടണം. എന്താ അയാളുടെ പേര്? മുഹമ്മദ് അലി എന്നാണ് പറഞ്ഞത്. അവിടെയുള്ള ആളെ കണ്ട ആൾ മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരാൾ അനീഫയെ കണ്ടെത്തിയിട്ടുണ്ട്. മുഹമ്മദ് അലി അനീഫയെ കണ്ടാൽ, അല്ലെങ്കിൽ മുഹമ്മദ് അലി അനീഫയെ കണ്ടു കഴിഞ്ഞാൽ സുഹൃത്തുക്കളോട് പറഞ്ഞ്, പ്രവാസലോകം പ്രവർത്തകരോട് പറഞ്ഞ് നാട്ടിലേക്ക് അയക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും ചെയ്യണം. എല്ലാ സഹായവും പ്രവാസലോകം പ്രവർത്തകരുടെ ഇടയിൽ നിന്നുണ്ടാകും. നിരവധി ആളുകളെ നാട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ള ഒരു ഇതാണ് പ്രവാസലോകം പ്രവർത്തകർ. തീർച്ചയായിട്ടും ഹനീഫയെയും പറഞ്ഞയക്കാൻ അവർ എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് ചെയ്യും എന്നാണ് എനിക്ക് പറയുന്നത്. ഹനീഫ തിരിച്ചു വരണം. ഹനീഫ, ഇതൊരു ന്യായമായ ജീവിതമല്ല, ഒരു ന്യായമായ ജീവിതമല്ല, നീതിപൂർവമായ ജീവിതവുമല്ല നിങ്ങൾ നയിക്കുന്നത്. നിങ്ങളുടെ ജീവിതം അവകാശപ്പെട്ടവർക്ക് അത് പങ്കിടാനുള്ള അവസരം നിങ്ങൾ കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കുഞ്ഞുമക്കൾ, ഭാര്യ, ഉമ്മ കഷ്ടപ്പാടിൻ്റെ ദുരിതത്തിലൂടെയും കടന്നു പോകുമ്പോൾ നിങ്ങൾ അവിടെ 3 നേരം ഭക്ഷണം കഴിച്ച് സുഭിക്ഷമായി കഴിയുന്നത് അനീതിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രവാചകൻ്റെ നാട്ടിൽ ജീവിക്കുന്ന നിങ്ങൾ ന്യായത്തിൻ്റെയും നീതിയുടെയും പാത തിരഞ്ഞെടുക്കണം. ഹനീഫ തിരിച്ചു വരണം, യാതൊരു സംശയവുമില്ല. ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന അന്ന് തന്നെ ഹനീഫയുടെ കുടുംബത്തെ വിളിക്കണം. അവരാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. ഞാൻ അവരോട് നിങ്ങളുടെ മക്കൾ എന്ത് പറയുന്നു എന്ന് ചോദിക്കാം. മോനെന്തെങ്കിലും പറയണ്ട, പറഞ്ഞോ? പോരണം, പര കാണണം അല്ലേ? മോൾക്കോ? തീർച്ചയായിട്ടും ഹനീഫ കേട്ടില്ലേ? നമുക്ക് തന്നെ സങ്കടം വരണം. രണ്ടായിരത്തി വീട് വിട്ടുപോയ കുമിളി സ്വദേശി ജോസഫിനെ തേടിയാണ് ജോസഫിൻ്റെ അമ്മയും സഹോദരി ഭർത്താവും ഇന്ന് പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. തികച്ചും അസ്വാഭാവികമായ സാഹചര്യത്തിലാണ് ജോസഫിൻ്റെ തിരോധാനം. അദ്ദേഹത്തെ കാണാതാകുന്ന അന്ന് രാത്രി അദ്ദേഹം ഓടിച്ചിരുന്ന വാഹനം കമ്പമേടിൽ അപകടപ്പെട്ടു കിടക്കുന്നു എന്നാണ് ഈ കുടുംബത്തിന് അവസാനമായി ലഭിച്ച വിവരം. അതിനുശേഷം ഇന്നേ നാൾ വരെ ജോസഫിനെ കുറിച്ച് യാതൊരു വിവരവും തന്നെ ഈ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല. ഇന്ന് തീർത്തും രോഗശൈലിയാണ് ജോസഫിൻ്റെ പിതാവ്. ജോസഫിൻ്റെ തിരിച്ചുവരവ് മാത്രമാണ് ഈ അമ്മയുടെയും സഹോദരിയുടെയും ഈ കുടുംബത്തിൻ്റെയും ഏക ലക്ഷ്യം. ചോദിച്ചറിയാം ജോസഫിന് എന്താണ് സംഭവിച്ചതെന്ന്. ജോസഫിന് എന്തായിരുന്നു ജോലി? മെക്കാനിക്കായിരുന്നു. എത്ര വരെ പഠിച്ചിട്ടുണ്ട്? 10ാം ക്ലാസ്. പഠിച്ചില്ല? ഇല്ല. പഠിക്കാൻ മോശമായിരുന്നു? പഠിക്കാൻ മടുപ്പായിരുന്നു. മെക്കാനിക്കിനോടായിരുന്നു താല്പര്യം. വണ്ടി ഓടിക്കുകയും ചെയ്യും. എവിടെയായിരുന്നു മെക്കാനിക്കായിട്ട് ജോലി? കുമളിയിലാണ് പഠിച്ചത്. അതിനുശേഷം കോട്ടയത്ത് കൊണ്ടോടിക്കാരുടെ കമ്പനി വർക്ക് ചെയ്തിട്ടുണ്ട്. കുണ്ടോളി. അവിടെ എത്ര കാലം ജോലി ചെയ്തിട്ടുണ്ട്? അവിടെ 5-6 വർഷത്തോളം ജോലി ചെയ്ത് ഈ പിന്നെ അപ്രത്യക്ഷനായി എന്ന് പറയുന്ന ദിവസം ജോലിക്ക് പോയിരുന്നു? അല്ല, അന്നേരം വർക്ക്ഷോപ്പ് ജോലി നിർത്തിയിട്ട് വീട്ടിൽ വണ്ടി ഉണ്ടായിരുന്നു. വണ്ടി വെറുതെ കിടക്കുക, എന്നാ മോനെ അത് ഓടിച്ചു, CC അടച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. ടാക്സി അങ്ങനെ പറഞ്ഞാൽ വണ്ടി കൊടുക്കുന്നത്. പിന്നെ പപ്പായുടെ അനുവാദമില്ലാതെ രാത്രിയില്ല വണ്ടി എടുത്തുകൊണ്ട് പോയത്. അത് മാത്രമേ അറിയാവൂ. പിന്നെ പിറ്റേ ദിവസം ഒരു 5 മണിയോടുകൂടി വണ്ടി ഇന്നടുത്ത് കമ്പമെട്ട് ഒരു കുഴിയിൽ കിടക്കുന്നെന്ന് ആണ് ഞങ്ങൾ അറിയുന്നത്. ഇല്ല, ആര് വിളിച്ചുകൊണ്ട് പോയെന്നോ മോനെ എവിടെന്നോ ഒന്നും അറിയില്ല. ഈ കമ്പമേട്ടിൽ വണ്ടി കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ചുമ്മാ കിടക്കുമായിരുന്നോ? അവിടെ നിന്ന് പക്ഷെ വേറെ നമുക്ക് അങ്ങനെ ഒന്നും കിട്ടിയില്ല. അതൊക്കെ തെരഞ്ഞു, അതിന് ഒന്നുമില്ല. അതൊരു ആക്സിഡൻറ്റ്, ആൾക്കൊരു ആക്സിഡൻറ്റ് പറ്റത്തക്ക രീതിയിലുള്ള ഒരു ആക്സിഡൻ്റ് അല്ല. കാരണം ജസ്റ്റ് ഒന്ന് ഒരു ചെറുതായിട്ടൊരു ആക്സിഡൻ്റ് എന്നേ ഉള്ളൂ. പിന്നെ പപ്പായെ പേടിയുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് വഴക്ക് പറയുക, അറിയാതെ വണ്ടി എടുത്തുകൊണ്ട് പോയതല്ലേ എന്ന്. ആ ഒരു ഭയം അവൻ്റെ ഉള്ളിലുണ്ട്. അല്ല മറ്റു യാതൊരു ദുഷിച്ച സ്വഭാവങ്ങളും ഇല്ല. മദ്യപിക്കുകയോ വലിക്കുകയോ അങ്ങനൊന്നും ചെയ്യത്തില്ല. ആ പേടിയാണ് ഉള്ളിലുള്ളത്, ഭയത്തിൽ നിന്ന്. കാരണം പപ്പായുടെ പെർമിഷൻ ഇല്ലാതെ വണ്ടി എടുത്തു രാത്രിയിൽ. ഒരു കാര്യം ഇപ്പോൾ ഉറപ്പാണ്, അദ്ദേഹം മരിച്ചിട്ടില്ല. ഇല്ല, നിങ്ങൾ പറഞ്ഞ ഒരു വസ്തുതയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മരിച്ചിട്ടില്ല. അദ്ദേഹം ഭയം കൊണ്ട് ഓടിപ്പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നിങ്ങൾ എന്തെല്ലാമാണ് ഇദ്ദേഹത്തെ കണ്ടെത്താൻ വേണ്ടി ചെയ്തത്? ഞങ്ങൾ അന്ന് പോലീസിൽ പരാതിപ്പെട്ടു.
പിന്നെ കോട്ടയം, തിരുവല്ല അങ്ങനെയുള്ള ഭാഗങ്ങളിലെ വർക്ക്ഷോപ്പുകളിൽ അന്വേഷിച്ചു. ഞങ്ങൾക്ക് കണ്ടെത്തിയില്ല. പിന്നെ ഞങ്ങളെ കൊണ്ട് പോകാനും അന്വേഷിക്കാനും കഴിയില്ല. എപ്പോഴെങ്കിലും വരട്ടെ, അവന് പ്രായപൂർത്തിയും ജോലിയും ഒക്കെ ഉള്ളതല്ലേ, മറ്റു ദൂഷിച്ച സ്വഭാവങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെയുള്ള ചിന്താഗതിയിലായിരുന്നത്. ഇപ്പോൾ വർഷങ്ങൾ മുന്നോട്ട് ചെല്ലും തോറും പപ്പായ്ക്ക് തീർത്തും സുഖമില്ല. കാണാനായിട്ട് ഭയങ്കര ആഗ്രഹം. അമ്മയ്ക്ക് എത്ര മക്കളാ? എനിക്ക് 3 മക്കൾ, 2 ആണും 1 പെണ്ണ്. ഇളയ മോൾ. മറ്റേ മോൻ വിവാഹം കഴിച്ചവൻ വേറെ താമസിക്കും. വേറെ താമസിക്കും. അയാൾക്ക് എന്താ ജോലി? അവന് ബിസിനസ് ഉണ്ട്. ബിസിനസ്. സാമ്പത്തികമായിട്ട് വലിയ മോശപ്പെട്ട കുഴപ്പമൊന്നുമില്ല. കുഴപ്പമുള്ള കുടുംബമല്ല. അന്ന് കാര്യങ്ങളൊക്കെ അവന് കൊടുക്കാനുള്ള ഓഹരിയോ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ കാര്യങ്ങൾ നോക്കിയെടുക്കാൻ പോലും ആരുമില്ല. ഇപ്പൊ മോള് വന്നുകൊണ്ടാണ് ഇതിന് വേണ്ടിയിട്ട് അവൾ അവിടെ ഇരുന്ന് തന്നെ ഇങ്ങനെ അന്വേഷിക്കുകയും കാണുന്നുണ്ട് അല്ലേ? ഞങ്ങൾ കാണുന്നുണ്ട്. ഞാൻ പിന്നെ കാണാൻ മറ്റുള്ള ചാനലുകളെല്ലാം വിളിച്ചു ചോദിച്ചായിരുന്നു. അപ്പം ഇത്രയും വർഷങ്ങളായതുകൊണ്ട് അവർക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ കുറെ ട്രൈ ചെയ്തായിരുന്നു. ഞങ്ങളെ ഒടുവിൽ ഞങ്ങളെ കണ്ടെത്തിയതല്ലേ? ഞങ്ങളത് കാണാറുണ്ടായിരുന്നില്ല മുമ്പ്? കാണാറുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അത്രയും സീരിയസ് ആയിട്ട് എടുത്തില്ല ഈ ചാനലിൻ്റെ ഇത്. കാരണം ഏഷ്യാനെറ്റ് ന്യൂസ്, കാണാൻ മറയത്തൊക്കെ അതായിരുന്നു ഞങ്ങളിൽ വന്നല്ലേ. പിന്നെ പപ്പായ്ക്ക് ഇപ്പോൾ ഡോക്ടറാണെ പ്രത്യേകം പറഞ്ഞു കിട്ടും, ഒന്നും വലിയ ദൂരയാത്രയൊന്നും വേല, ഹാർട്ടിനും ലിവറിനും അങ്ങനെ എല്ലാം മൊത്തം പ്രശ്നമാണ്. ഹസ്ബൻഡ് എന്താ ജോലി? പപ്പ വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ തന്നെ സ്വസ്ഥമായിട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് കൃഷിയാണ്, അപ്പം പുരയിടങ്ങളെല്ലാം നോക്കുന്നത്. അപ്പോൾ വേറൊരു അന്വേഷണവും നടന്നിട്ടില്ല? ഇല്ല. ഇയാൾ എങ്ങോട്ട് പോയി എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയും. ഞാൻ ചോദിക്കുന്നത്, ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഉണ്ടാവില്ല? ഇല്ല, സുഹൃത്തുക്കളില്ല. വലിയൊരു സുഹൃത്തായിട്ടൊന്നുമില്ല. പിന്നെ ഈ വർക്ക്ഷോപ്പ് ജോലി ഈ ചെയ്ത അവരോടൊക്കെ വളരെ അന്വേഷിച്ചു. അവർക്കൊന്നും അറിയത്തില്ലെന്നാ പറഞ്ഞത്. അവർക്കൊക്കെ ഭയങ്കര കാര്യമായി. പിന്നെ നല്ല വിശ്വസ്തനാള്. ജീപ്പായിരുന്നു. അപ്പം വണ്ടി കളഞ്ഞല്ലോ, പപ്പായോട് ഞാൻ എന്നാ സമാധാനം പറയുന്നുള്ളൊരു പേടിയാണ് അവനുള്ളത്. അതാണ് കാര്യം. അത് തന്നെയാണ് നിങ്ങളുടെ നിഗമനം, തന്നെയാണ് എൻ്റെ നിഗമനം, യാതൊരു സംശയമല്ല അതിൽ. പക്ഷേ എന്തുകൊണ്ട് ഇത്രയും കാലം നിങ്ങൾ വേണ്ടത്ര അന്വേഷിച്ചില്ലേ? മീൻസ് വെളിയിലേക്കൊക്കെ അന്വേഷിക്കാന്ന് പറഞ്ഞാൽ അന്നൊന്നും ഇത്രമാത്രമുള്ള മാധ്യമങ്ങളും ഒക്കെ വളരെ കുറവായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. അപ്പൊ പോലീസ് പറയുന്നത് നമുക്ക് തെളിവുകളില്ല, ആരോട് ചോദിക്കും, എങ്ങനെ അന്വേഷിക്കും? എവിടെയാണെന്ന് ചോദിച്ചാൽ വീട് വിട്ടു പോകുന്നവരൊക്കെ അന്വേഷിക്കാൻ പറ്റുന്നത്. ജോസഫ് 13 വർഷമായി ഒരു ചെറിയ വാഹനാപകടത്തിൽ പെട്ട നിങ്ങൾ അത് ചെന്ന് വീട്ടിൽ എങ്ങനെ അവതരിപ്പിക്കുമെന്നുള്ള ഭയാശങ്കകളാൽ നാട് വിട്ടുപോയി എന്ന നിഗമനത്തിലാണ് പ്രവാസ ലോകം എത്തിച്ചേരുന്നത്. സഹോദരനെ എവിടെ അന്വേഷിക്കും എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. 13 വർഷം കഴിഞ്ഞു പോയിരിക്കുന്നു അങ്ങ് നാട് വിട്ടുപോയിട്ട്. ഇപ്പോൾ അമ്മയും സഹോദരിയും സഹോദരി ഭർത്താവും ഞങ്ങളെ സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാലം കുറേ മാറിയിരിക്കുന്നു. എല്ലാവരും മാറിയിട്ടുണ്ടാവും. അമ്മയും മാറിയിട്ടുണ്ടാവും, സഹോദരിയും മാറിയിട്ടുണ്ടാവും, അളിയനും മാറിയിട്ടുണ്ടാവും. അച്ഛൻ വരാൻ വയ്യാത്തത് കൊണ്ടാണ് വരാതിരുന്നത്. നിങ്ങൾ തിരിച്ചു വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ജോസഫിനെ കണ്ടെത്തുന്ന സുഹൃത്തുക്കൾ, ജോസഫിനെ അറിയുന്ന സുഹൃത്തുക്കൾ ഇന്ത്യയുടെ ഏത് ഭാഗത്തുണ്ടെങ്കിലും ഇവരുടെ കുടുംബത്തിലേക്ക് വിളിച്ച് ജോസഫ് ഇവിടെ ഉണ്ട് എന്നറിയിക്കണം. തീർച്ചയായിട്ടും പ്രവാസ ലോകം എല്ലാ സഹായങ്ങളും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. എന്തെല്ലാം തരത്തിലുള്ള സഹായമാണോ നിങ്ങൾക്ക് നാട്ടിലേക്ക് വരാൻ വേണ്ടത്, ഞങ്ങളുടെ ഈ നമ്പറിൽ, ഞങ്ങളിതിൽ കാണിക്കുന്ന നമ്പറിലേക്ക് ഒരു പ്രാവശ്യം വിളിച്ചാൽ മതി. അവിടെ നിങ്ങൾക്ക് എല്ലാ സഹായങ്ങളും എത്തും. അതല്ല, നിങ്ങളുടെ വീട്ടുകാരുടെ നമ്പറും കൊടുക്കുന്നുണ്ട്. അവരെ വിളിച്ചാലും നിങ്ങൾക്ക് നാട്ടിലേക്ക് വരാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരും. ജോസഫ് ദീർഘകാലമായ അമ്മയും അച്ഛനും കാത്തിരിക്കുന്നു. അച്ഛൻ സുഖമില്ലാതിരിക്കുകയാണ്. സഹോദരിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഞങ്ങളെ അന്വേഷിച്ചു വന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ജോസഫിനെ കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് ജോസഫ് സഹായിക്കണം. അതുപോലെ തന്നെ പ്രവാസ ലോകം പ്രവർത്തകരും പ്രേക്ഷകരും സഹായിച്ചുകൊണ്ട് അദ്ദേഹത്തെ കുടുംബത്തിലേക്ക് വരുവാൻ തീർച്ചയായിട്ടും കഴിയും, ഞങ്ങൾക്ക് സാധിക്കും എന്ന ഉറപ്പോടുകൂടി അമ്മയെയും സഹോദരിയെയും സഹോദരി ഭർത്താവിനെയും ജോസഫ് തിരിച്ചു വരും, ഉറപ്പായിട്ട് വരും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ.
നിദാഖത്ത് അഥവാ സ്വദേശീവൽക്കരണം, സൗദിയിലെ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന പ്രഖ്യാപനമാണ് സൗദി തൊഴിൽ മന്ത്രാലയം പറയുന്നത്. എന്നാൽ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന പരാതികളിലൂടെ തെളിയിക്കപ്പെടുന്നത്. എന്നാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുക എന്ന ആശങ്കയിലാണ് പ്രവാസ ലോകം. പ്രവാസികളും അതേ ആശങ്കയിൽ തന്നെയാണ്. ഇന്നത്തെ പ്രവാസ ലോകം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും കാണും. നന്ദി, നമസ്കാരം.